കാര്യം കൂടി ഇന്നൊരു വിശദീകരണം ഇട്ടിരുന്നു രാവിലെ പ്രസ് മീറ്റിൽ രമേശ് പിഷാരടിയുമായി തെറ്റായ രീതിയിൽ പ്രചരിച്ചു അല്ലേ? അല്ല, തെറ്റായ രീതിയിൽ പ്രചരിച്ചു എന്നും പറയാൻ പറ്റില്ല. ഞാൻ സംസാരിച്ചതിൽ ചിലപ്പോൾ അത് കൺവേ ആയിട്ടുണ്ടാവില്ല. ഞാൻ ഉദ്ദേശിച്ചത് രമേശ് ഏട്ടൻ ഈ തർക്ക പരിഹാരത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുകയും അദ്ദേഹം അവരോട് സംസാരിച്ചതിന് പ്രകാരം എന്നോട് മാപ്പ് എഴുതി തരണം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അത് അവര് പറഞ്ഞു എന്നുള്ളതാണ്. അവര് എന്നുള്ളൊരു വാക്ക് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ഇമ്മീഡിയറ്റ്ലി ക്ലാരിറ്റി വരുത്തണം തോന്നിയിട്ട് ക്ലാരിറ്റി വരുത്തിയത്. അപ്പോൾ ശ്വേതാമേനോന്റെ ഒരു വിശദീകരണം ശ്രദ്ധിച്ചിരുന്നു. മമ്മൂട്ടി മോഹൻലാലും ഒപ്പമുണ്ട്, അവര് പറഞ്ഞ സംഘടനയിൽ അതിലെനിക്കൊരു വിശ്വാസമില്ല. ഞാൻ വിശ്വസിക്കണില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ മമ്മൂക്ക ലാലേട്ടന് പബ്ലിക്കലി വന്ന് പറയട്ടെ. ഇതിലിപ്പോ എന്താണ് തെളിവുകൾ നേരത്തെ തന്നെ ഹാജരാക്കിയിരുന്നു അല്ലേ? ഞാൻ പ്രിലിമിനറി എൻക്വയറി അന്ന് നടത്തിയായിരുന്നല്ലോ. അപ്പൊ അന്ന് ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ മൊഴി തന്നെ വീണ്ടും കൊടുക്കാൻ പോകുന്നു. എന്തായാലും വിശ്വാസമുണ്ട്. താങ്ക് യു. നിന്നോ കഴിഞ്ഞ അപ്പൊ പോട്ടെ. അതെ അതെ. ഇന്ന് വേറൊരു കാര്യം കൂടി ഇന്നൊരു വിശദീകരണം ഇട്ടിരുന്നു രാവിലെ പ്രസ് മീറ്റിൽ രമേശ് പിഷാരടിയുമായി തെറ്റായ രീതിയിൽ പ്രചരിച്ചു അല്ലേ? അല്ല, തെറ്റായ രീതിയിൽ പ്രചരിച്ചു എന്നും പറയാൻ പറ്റില്ല. ഞാൻ സംസാരിച്ചതിൽ ചിലപ്പോൾ അത് കൺവേ ആയിട്ടുണ്ടാവില്ല. ഞാൻ ഉദ്ദേശിച്ചത് രമേശ് ഏട്ടൻ ഈ തർക്ക പരിഹാരത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുകയും അദ്ദേഹം അവരോട് സംസാരിച്ചതിന് പ്രകാരം എന്നോട് മാപ്പ് എഴുതി തരണം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അത് അവര് പറഞ്ഞു എന്നുള്ളതാണ്. അവര് എന്നുള്ളൊരു വാക്ക് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ഇമ്മീഡിയറ്റ്ലി ക്ലാരിറ്റി വരുത്തണം തോന്നിയിട്ട് ക്ലാരിറ്റി വരുത്തിയത്. ഇപ്പോൾ ശ്വേതാമേനോന്റെ ഒരു വിശദീകരണം ശ്രദ്ധിച്ചിരുന്നു. മമ്മൂട്ടി മോഹൻലാലും ഒപ്പമുണ്ട്, അവര് പറഞ്ഞ സംഘടനയിൽ അതിലെനിക്കൊരു വിശ്വാസമില്ല. ഞാൻ വിശ്വസിക്കണില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ മമ്മൂക്ക ലാലേട്ടന് പബ്ലിക്കലി വന്ന് പറയട്ടെ. ഇതിലിപ്പോ എന്താണ് തെളിവുകൾ നേരത്തെ തന്നെ ഹാജരാക്കിയിരുന്നു അല്ലേ? ഞാൻ പ്രിലിമിനറി എൻക്വയറി അന്ന് നടത്തിയായിരുന്നല്ലോ. അപ്പൊ അന്ന് ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ മൊഴി തന്നെ വീണ്ടും കൊടുക്കാൻ പോകുന്നു. എന്തായാലും വിശ്വാസമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.